This is a limited edition. I was told by Mr. M.G. Radhakrishnan, who was editor, he said he had worked in across media platforms, but he had never enjoyed this kind of independence, giving maximum editorial freedom to Asianet. Freedom of expression, Article 19 കുറിച്ച് എൻ്റെ വ്യൂ ഒരു സീസണൽ വ്യൂ ഒന്നല്ല. ഞാൻ അതിനു വേണ്ടി സുപ്രീം കോർട്ട് വരെ പോയി ഫൈറ്റ് ചെയ്ത ആളാണ്. ആരുടെയും എക്സ്പ്രഷൻ, ഒരു കാർട്ടൂണിസ്റ്റോ ഒരു ജേർണലിസ്റ്റോ ഒരു കോമൻറ്റേറ്ററിൻ്റെ ഒരു ഡിജിറ്റൽ എക്സ്പ്രഷൻ അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ അവർ ജയിലയക്കാൻ ഒരു സ്ട്രെങ്ത് പവർ ഉണ്ടായിരുന്നു. അതിൻ്റെ അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്ത ഒറ്റ ആളാണ് ഞാൻ. സോ ഐ ബിലീവ് ദാറ്റ് വെദർ യു ആർ റൈറ്റ് ഓർ റോങ്, നിങ്ങൾ തെറ്റ് പറയാണോ ശരി പറയാണോ, നിങ്ങൾ പറയാനൊരു അവകാശമുണ്ട്. അത് നമ്മളുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് തന്നൊരു അവകാശമാണ്. അപ്പോൾ ഇന്ന് ഒരു മാധ്യമ ഒരു മുതലാളിയാണോ ഒരു പൊളിറ്റീഷ്യനോ ആ അവകാശം എടുക്കാനും ആർക്കും സാധിക്കില്ല. ഒരു മീഡിയേൻ്റെ ക്രെഡിബിലിറ്റി ഉണ്ടാക്കാൻ കൊല്ലം അധ്വാനിച്ച് എത്രയോ ജേർണലിസ്റ്റിൻ്റെ സ്വെറ്റും ബ്ലഡും കോൺട്രിബ്യൂട്ടാണ് ഒരു മീഡിയേൻ്റെ ക്രെഡിബിലിറ്റി ഉണ്ടാക്കുന്നത്. അതിനെ നശിപ്പിക്കാൻ ഒരു 2 സെക്കൻഡേ ആവശ്യമുള്ളൂ. ഒരു ബയസോ ഒരു പ്രജുഡിസോ ഒരു ഫേവറിറ്റിസം കാണിച്ചാൽ ആ റെപ്യൂട്ടേഷൻ പോയല്ലോ. 30 കൊല്ലം 40 കൊല്ലം എല്ലാം അധ്വാനിച്ചൊരു മീഡിയ ബ്രാൻഡ് ഉണ്ടാക്കുമ്പോൾ അതിനാർക്കും ഒരു പെട്ടെന്ന് ഒരു പേഴ്സണൽ സെൽഫിഷ് മോട്ടീവ് എൻ്റെ ബേസിസിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു റൈറ്റ് ഇല്ല, ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ നാട്ടിൽ അങ്ങനെ നടക്കുന്നുണ്ട്, ഞാൻ ചെയ്യില്ല.